വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി മലയാളത്തിൽ കേൾക്കുവാനും വീഡിയോ ആയി കാണുവാനും 2012 മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിക്ക് 1828 ഖണ്ഡികകളുണ്ട്. 13 വർഷങ്ങൾ പിന്നിട്ടുമെങ്കിലും ഇതിലെ ദൈവകരുണയുടെ സന്ദേശങ്ങൾ ഇനിയും അധികമാരിലും എത്തിയിട്ടില്ല. ഇതിലെ സന്ദേശങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി പാലായിലുള്ള ഡിവൈൻ മേഴ്സി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ 1828 ഖണ്ഡികകളും ചെറിയ വീഡിയോകളാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവകരുണയുടെ സന്ദേശങ്ങൾ എല്ലാ മനുഷ്യരും അറിയേണ്ടതുണ്ട്. കരുണയുടെ അവസാന മണിക്കൂറിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നാം അനുതപിക്കാതെ ജീവിച്ചാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീതിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ അവസാന പ്രതീക്ഷയായിട്ടാണ് ദൈവകരുണ ലോകത്തിന് നൽകിയിരിക്കുന്നത്. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ഒരുവൻ പോലും നശിച്ചു പോകുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനായി ദൈവം നമുക്ക് കരുണ നൽകിയിരിക്കുന്നു. മാനവകുലം ദൈവകരുണയിലേക്ക് തിരിയാതെ ഇനി സമാധാനം കണ്ടെത്തുകയില്ല. ഇപ്പോൾ കരുണയുടെ കവാടം മലർക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ ഇനി നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരുണ യാചിക്കുന്നതിനായി തുറന്നു വയ്ക്കാം. ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി മാറാം. ദൈവകരുണയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നാം കേൾക്കുകയും മറ്റുള്ളവരെ കേൾക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഇതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നു. ഡിവൈൻ മേഴ്സി മീഡിയ പാലായുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ദൈവകരുണയുടെ പ്രചാരണത്തിൽ പങ്കുചേരാം. കരുണാമയനായ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.